എല്ലാവർക്കും നമസ്കാരം. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ജീവിതം നല്ലൊരു പുസ്തകമാണ്. എന്നാൽ വെറുതെ മറിച്ചു നോക്കുന്നവർക്ക് അതൊരു വെറും കടലാസും എന്ന ശുഭചിന്തയോടെ 249ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. 249ാമത് സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ജെസ്സി എരുമപ്പെട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോൾ ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. പുലരിയിൽ പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. അകലയാകാശത്ത് വിരിയുന്ന താരക മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലയാകാശത്ത് വിരിയുന്ന താരക മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിലൊടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരൊത്തു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോൾ ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. ജെസ്സി പ്രാർത്ഥനാഗാനം വളരെ നന്നായി ആലപിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിന് കുമാരി മേരി വടൂക്കരയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 249ാമത് സ്നേഹസംഗമത്തിന് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി അധ്യക്ഷപദവി അലങ്കരിക്കുന്ന ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും ഏറെ ആദരവോടുകൂടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന കേരളത്തിലെ ബിഷപ്പ് ഹൗസ് അഡ്മിനിസ്ട്രേറ്ററും അസിസ്റ്റന്റ് വൊക്കേഷണൽ പ്രൊമോട്ടറും ഇപ്പോൾ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഒരുങ്ങൂരിൽ നിബന്ധനാട്ടിലുമായ ചാണ്ടരൂപതയിലെ റവറൻ ഫാദർ ആൽവിൻ വർഗീസ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ESI മെഡിക്കൽ കോളേജ് KK നഗർ ചെന്നൈ ഡോക്ടർ സിബിയ ബാബു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന തിരുവനന്തപുരം ഗ്രൂപ്പ് അംഗം ശ്രീ സജീവ് അടിമാലിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാൻ എത്തിയിരിക്കുന്ന കുമാരി ട്രിസ മുളർക്കരയെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാഗാനം ആരംഭിച്ച ശ്രീമതി ജെസ്സി എരുമപ്പെട്ടിയെയും അവതരണം നടത്തുന്ന കുമാരി സിമിൽ സെബാസ്റ്റിനെയും വളരെ വ്യക്തതയോടെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസേട്ടൻ കൊരട്ടിയെയും PRO പിയൂസ് കോട്ടപുരത്തെയും മറ്റെല്ലാ ഗ്രൂപ്പ് ലീഡേഴ്സിനെയും കൺവീനർമാരെയും ദർശനയിലെ എല്ലാ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. മേരി വടൂക്കര.
താങ്ക് യു മേരി ചേച്ചി. വളരെ നന്നായിട്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് ചേച്ചിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായിട്ട് ശ്രീ സ്ക്രീൻ. കേൾക്കാലോ. ഇന്ന് നടത്തുന്നത് തിരുഹൃദയ ഗ്രൂപ്പാണ്. അടുത്ത ആഴ്ച ഡാർസ് ഫുട്ബോൾ ആണ്. ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ റോസ്ലി MD, സീമ എടക്കളത്തൂർ 2 പേരുണ്ട്. ഇന്ന് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് പറയുന്നത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേര് എഴുതിട്ടുണ്ട്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേൾ ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കുമാണ് കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം തരുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിനുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്ന കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തപ്പെടുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 21/3/2026 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോയിന്റ് ഡയറക്ടർ
റവറൻ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന മെഡിക്കൽ ക്യാമ്പിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥന ശ്രീമതി മിനി ഔസൻ. സ്വാഗതം PRO ശ്രീ പിയൂസ് KP കൊട്ടപ്പുറം. റിപ്പോർട്ട് അവതരണം ശ്രീമതി മിനി ഔസേപ്പ്. സ്നേഹം നിറഞ്ഞ സോളമനച്ച, ഇവിടെ എത്തിയ ക്ലബ് അംഗങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങളെ സഹായിക്കാൻ ഇവിടുത്തെ സ്റ്റാഫും നഴ്സുമാരും ഡോക്ടർമാരും തയ്യാറായി നിൽക്കുന്നു. ഒരു സന്തോഷ വാർത്ത, നിങ്ങൾക്ക് തരാൻ വിചാരിച്ചിരിക്കുന്ന 45% കിഴിവാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നുകൊണ്ട് നിങ്ങളുടെ ഷിബു അച്ഛൻ. ഉദ്ഘാടനം ചെയ്തത് ജോയ് ആലുക്കാസ്, ഡയറക്ടർ ശ്രീമതി ജോളി ജോയ് ആലുക്കാസ് ആണ്. സോളമനച്ച, ഷിബു അച്ഛ, ഡോക്ടർ ബെസ്റ്റി, രാധാകൃഷ്ണൻ സാർ, ഡോക്ടർ സാന്ദ്ര, പിയൂസ് അവർ, മിനി ഔസേപ്പ്. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. എല്ലാവരെയും നേരിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ ഏതാവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മുഖ്യാതിഥിയായി എത്തിയത് ശ്രീമതി ഡോക്ടർ ബെസ്റ്റി തോമസ്, അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പാളായിരുന്നു. പ്രിയമുള്ള ദർശന കുടുംബാംഗങ്ങളെ, ഷിബു അച്ഛനും സോൾമച്ചനും മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്താകും എങ്ങനെയാകുമെന്ന് തോന്നി. എന്നാൽ എല്ലാം വളരെ ഭംഗിയായി കോർഡിനേറ്റർ ആൽബിന്റെ നേതൃത്വത്തിൽ ശരിയാക്കി തന്നിരിക്കുന്നു. വളരെയേറെ സന്തോഷം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ആശംസ പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹെഡ് ഓഫീസ് തൃശ്ശൂരിലെ ശ്രീ രാധാകൃഷ്ണൻ സാറായിരുന്നു. വളരെ സ്നേഹം വന്ന സമീപനത്തോടെയാണ് സാർ സംബോധന ചെയ്തത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസം. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിന് ഇനിയും ഏതാവശ്യത്തിനും വിളിച്ചാൽ വരുമെന്നും ഉറപ്പ് തരുന്നതോടൊപ്പം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീൽ ചെയർ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നു. ആശംസ പറഞ്ഞത് അമല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ സാന്ദ്ര പോൾസൺ മാഡമായിരുന്നു. നിങ്ങൾ എല്ലാവരും നേരിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ ക്ലബിന്റെ കാഷ്യറാണ്. പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പ് ഇന്നത്തെ ക്യാമ്പിന്റെ പ്രത്യേകത എല്ലാവരും 8:30 മുതൽ എത്തിച്ചേർന്നു എന്നതാണ്. 9-ന് രജിസ്ട്രേഷൻ. കൃത്യം 10 മണിക്ക് യോഗ പരിപാടികൾ നടത്താൻ സാധിച്ചു. 110 പേര് പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പ് ഏറ്റവും മികച്ച രീതിയിൽ നടന്നു. ഡയറക്ടർ ഷിബു അച്ഛനും കോർഡിനേറ്റർ ആൽബിനും, ഡോക്ടർമാർ, നഴ്സുമാർ, സ്റ്റാഫ് അംഗങ്ങൾ, സെക്യൂരിറ്റി, ഭക്ഷണശാല അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ ദർശന മക്കൾ അറിയിക്കട്ടെ. യോഗ അവസരം നന്ദി പറഞ്ഞത് ദർശന ക്ലബ് സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടപ്പാട്ട് പറമ്പിൽ CM അച്ഛനായിരുന്നു. യോഗം 11 മണിക്ക് അവസാനിച്ചു. ലീഡർ ശ്രീ KJ ജോസ് കൊരട്ടി. വളരെ നന്നായിട്ട് റിപ്പോർട്ട് അയച്ച ജോസിയേട്ടന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ജോസിയേട്ടാ, താങ്ക് യു. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് റെവറൻ ഫാദർ ആൽബിൻ വർഗീസ് ആണ്. അച്ഛൻ ചാണ്ട രൂപതയിലെയാണ്. കേരളത്തിലെ ബിഷപ്സ് ഹൗസ് അഡ്മിനിസ്ട്രേറ്ററും അസിസ്റ്റന്റ് വൊക്കേഷണൽ പ്രൊമോട്ടറും ഇപ്പോൾ മുരിങ്ങൂർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ശുശ്രൂഷ ചെയ്യുന്നതുമാണ്. അച്ഛനെ നമ്മുടെ തിരുഹൃദയ ഗ്രൂപ്പ് അംഗമായ ഷീല ചേച്ചിയുടെ മോനും കൂടിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അച്ഛാ, വെൽക്കം ടു സ്ക്രീൻ. ആൽവിൻ അച്ഛാ. കേൾക്കാം. നന്ദി പറയുകയാണ് എന്നെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ക്ഷണിച്ച എന്നെ ഫോർമൽ ലില്ലി ചേച്ചി, പിന്നെ ഒരു ലീന ചേച്ചി എന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഓർത്ത് അവർക്ക് നന്ദി പറയുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയും എന്ന്. കാരണം ഇത്രയും വലിയൊരു സംഘമാണെന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷ ഒരു 30-40 പേരൊക്കെയായിരുന്നു. ഓൾമോസ്റ്റ് 70-71 പേര് ഇതിനകത്ത് ആഡായിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇത്രയും വലിയൊരു സമൂഹത്തിന് മുമ്പില് വാക്ക് പറയാനും ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനും എന്നെ ക്ഷണിച്ചതിനും പിന്നെ അവസരം നൽകിയതിനും. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് കേട്ടോ. ദൈവത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ദൈവത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സമൂഹമാണ് ഈ ഡിഫറെന്റ്ലി ഏബിൾ എന്ന് പറയുന്നത്. കാരണം സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സുവിശേഷത്തില് ഈശോ എപ്പോഴും അല്ലെങ്കിൽ ഈശോയായിട്ട് അടുത്ത് വിളിച്ചിരിക്കുന്നത് മുതിർന്നവര് അല്ലെങ്കിൽ അന്ധന്മാര് അങ്ങനെയുള്ളവരാണ്. കൈ ചോദിച്ചത് അങ്ങനെയുള്ളവരാണ് യേശു കൂടുതലും അടുത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത് വിളിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ യേശു അവരുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്. അല്ലാതെ എപ്പോഴും നല്ല ആരോഗ്യമുള്ളിടത്തിൽ ഈശോ അങ്ങനെ പോയേക്കണം ബൈബിളിലാണ് കാണുന്നില്ല. അപ്പൊ ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു ജനതയാണ് ഈ ഡിഫറെന്റ്ലി ഏബിൾ എന്ന് പറയുന്ന ഒരു സമൂഹം. അതായത് നിങ്ങളെ പോലെ ഉള്ളൊരു പ്രത്യേക സമൂഹം.
അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എന്ത് പറയുന്നതിനെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നൊരു വചനം എന്ന് പറയുന്നത് ഏശയ്യായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യവും അതുപോലെ തന്നെ 4-ാം വാക്യമാണ്. അത് പ്രകാരമാണ്, അന്ന് കർത്താവ് വളരെ ശാഖ മനോഹരവും മഹനീയവും ആയിരിക്കും, ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വമായിരിക്കുന്നതാണ്. അതിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, ദൈവം അവരുടെ മേലെ എല്ലാറ്റിനും മുകളിൽ വിധാനം വിരിച്ചുകൊണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ട് ദൈവം നിങ്ങളോട് എപ്പോഴും ഉണ്ടാകുന്ന അവന്റെ അവസാനം കാണുന്നത്. അപ്പോൾ ദൈവത്താലെ വിളിക്കപ്പെട്ട ശ്രേഷ്ഠപ്പെട്ട വലിയൊരു എന്താ പറയുക പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹമാണ് നിങ്ങളുടെ സമൂഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ തലമുറ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് 2 കൈ ഉണ്ടായിട്ടും 2 കണ്ണുകളുണ്ടായിട്ടും 2 കാലുണ്ടായിട്ടും അവർക്കതൊന്നും തികയുന്നില്ല. അങ്ങനെ ഒരു സമൂഹത്തിന് മുമ്പില് ഭാഗ്യപ്പെട്ട അല്ലെങ്കിൽ പ്രചോദനമാകുന്ന ഒരു സമൂഹമാണ് നിങ്ങളുടെ സമൂഹം. കാരണം നിങ്ങളുടെ കുറവുകളിൽ നിന്ന് നിങ്ങൾ ഇത്രയും വളരെ മനോഹരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് അത് മറ്റുള്ള ഭയങ്കര പ്രചോദനമാണ്. കാരണം എന്റെ അമ്മച്ചി ഇവിടെ പറഞ്ഞൊരു ശീല ചേച്ചി എന്ന് പറയുന്ന അമ്മച്ചിയുടെ വലത് കൈ തളർന്നിരിക്കുന്ന വലത് കൈ തളർന്നിട്ടും ഞങ്ങൾ 4 മക്കളെ അമ്മച്ചി നല്ല ഭംഗിയായിട്ട് വളർത്തി ഇത്രയും വലുതാക്കിയിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൊച്ചിന് 2 മക്കളെ തന്നെ നോക്കാൻ എത്രയോ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളിൽ നിങ്ങൾ ഇത്രയും മഹത്തായ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഭാഗ്യപ്പെട്ട ഒരു ജനതയാണ്. കാരണം മദർതെരേസ പറയുന്നത് എന്താണ്? മദർതെരേസ പറഞ്ഞിട്ടാണ് നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷെ ചെറിയ കാര്യങ്ങളോട് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും അങ്ങനെ ചെറിയ കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് മദർതെരേസ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കുറവുകളിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് മഹത്വമായി മാറട്ടെ, അത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിലുള്ളതായി മാറട്ടെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ജോസറിന്റെ റിപ്പോർട്ട് വായന കേൾക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദർശന ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ക്ലബ്ബാണ്. ഈ ക്ലബിനെ എനിക്ക് ഒട്ടും അറിയത്തില്ല, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഭംഗിയാവട്ടെ, ഇനിയും ഒത്തിരി കാര്യം ചെയ്യാണ്ട് സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ സ്നേഹ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഒരു മത്സരത്തിന്റെ റിസൾട്ട് അറിയിക്കാൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ദർശന പാര നടത്തിയ അരടി ഗാന മത്സരജയികള്. അതിൽ 3-ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന 2 പേർക്കാണ്. 3-ാം സ്ഥാനം സജി വാഗമണ്ണും സിബി വർഗീസിനാണ് 3-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. 2-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് സാജു ജോൺ ആണ്. സാജു ജോൺ 2-ാം സ്ഥാനം. 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ജോസഫിനാണ്. അപ്പൊ അവർക്കും ഒത്തിരി അഭിനന്ദനം നേരുന്നു. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒപ്പം എന്താ ഇല്ല ഈ ഒരെണ്ണം തന്നിട്ടുള്ളൂ. ഇല്ല ഈ ഒരെണ്ണം തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നന്ദി. വളരെയധികം തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച അച്ഛന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് മുഖ്യാതിഥിയെ വിളിക്കാം. അടുത്തത് മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ സിബിയ ബാബു ആണ്. മാം ചെന്നൈ KK നഗർ ESI മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നതാണ്. മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സിബിയ മാം. ഹലോ, ഹായ്, കേൾക്കാവോ? കേൾക്കാം. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ്, ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ പേര് സിബിയ, വീട് ആളൂരാണ്, ചാലക്കുടി അടുത്ത്. ഞാൻ പഠിച്ചതൊക്കെ ESI മെഡിക്കൽ കോളേജ് ചെന്നൈയിലാണ്. അവിടെ ഞാൻ 3.5 വർഷം വർക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, PGയുടെ പഠിക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്ക് എടുത്തേക്കാണ്. അപ്പൊ ലിലി ചേച്ചിയാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. അപ്പൊ എൻ്റെ അടുത്ത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് സംസാരിക്കണം അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പോ എല്ലാവരും നിങ്ങളോ ഒത്തിരി ടോക്കുകളൊക്കെ കേൾക്കുന്നവരായിരിക്കും, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളില്ല. എങ്കിലും ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ഓങ്കോളജി വാർഡിലാണ്, ക്യാൻസർ രോഗികളിലെ കീമോ വാർഡുകളിലാണ് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് 3.5 കൊല്ലത്തോളം. അപ്പോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ചെറിയ അവയർനെസ് തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളാരും പീഡിപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, എന്നാലും പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോ ഇപ്പോ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇടയിൽ അത്ര വിരളമായിട്ടുള്ള അസുഖമൊന്നുമല്ല, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുവാണ്. അപ്പൊ ICMR ഒക്കെ കണക്കനുസരിച്ച് 9-ൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ
അത്തരം രോഗങ്ങളെ നമ്മൾ എത്ര ചിട്ടയുള്ള ജീവിതശൈലി ആണെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ പരിമിതികളുണ്ട്. നമുക്ക് രോഗത്തെ എത്രയും പെട്ടെന്ന് നിർണയിച്ച് ചികിത്സിക്കുക എന്ന് മാത്രമാണ് പരിഹാരം. അല്ലാതെ നമ്മുടെ ചുറ്റും നമ്മൾ ശ്വസിക്കുന്ന വായയിലും കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും ഒത്തിരി കാർസിനോജൻസ് ഉണ്ട്. അപ്പൊ രോഗത്തെ എനിക്ക് ഈ രോഗം വരില്ല, എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടിരുന്ന കാര്യമില്ല. അപ്പോ രോഗത്തെ എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യാൻസറിന് നമുക്കറിയാം പല സ്റ്റേജുകളുണ്ട്. അപ്പൊ അതിന്റെ ആരംഭ സ്റ്റേജായ ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലൊക്കെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചാലാണ് എത്രയും പെട്ടെന്ന് ചികിത്സ തേടി അതിന് ഫുള്ളായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്യൂർ നമുക്ക് സാധ്യമാവുള്ളൂ. ഒരു 4ാമത്തെ സ്റ്റേജിലോ 3ാമത്തെ സ്റ്റേജിലോ ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ രോഗത്തെ ഒന്ന് പരിമിതപ്പെടുത്താനോ ആയുസിന്റെ ദൈർഘ്യം കുറച്ച് കൂട്ടാനോ മാത്രമുള്ള ചികിത്സ സംവിധാനങ്ങളെ നമുക്കുള്ളൂ. ഡോക്ടർമാരിങ്ങനെ വാറന്റി പീരീഡ് ഒക്കെ തരുമില്ലേ, 2 കൊല്ലം 5 കൊല്ലം എന്നൊക്കെ. എന്നാലും അപ്പോ താൽക്കാലികമായ ചികിത്സ തേടിയാലും പിന്നീട് അത് വരുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തില് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ വായുഭാഗത്തുള്ള ക്യാൻസറുകളാണ്. ഓറൽ ക്യാൻസേഴ്സ് ആണ്. വായയുടെ ഉള്ളില് നാവുകളും അതുപോലെ തന്നെ കവിളിന്റെ പാളികളിലും വരുന്ന ക്യാൻസേഴ്സ് ആണ്. അപ്പൊ ചെറിയ ചെറിയ അൾസറുകളൊക്കെ പലരുടെയും വായയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ പലരും വൈറ്റമിന്റെ കുറവ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അത് വളരെ നിസ്സാരമായി കാണുകയാണ് പതിവ്. പക്ഷെ അത്തരം അൾസറുകൾ ഒരു 3 ആഴ്ചയിൽ കൂടുതൽ നിലനിന്ന് പോവുകയും അതിന്റെ വലുപ്പത്തിൽ പെട്ടെന്നൊരു വ്യത്യാസം വരികയും വെളുത്ത് പാട കെട്ടുന്നത് പോലെ, പാലിന്റെ പാട കെട്ടുന്നത് പോലെ അതിന് മേലെ ഒരു വെളുപ്പ് നിറം വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതാണ്. അതുപോലെ ഈ കഴുത്തിന്റെ ഭാഗത്ത് കടലകൾ ശ്രദ്ധിക്കണം. വെറുതെ കഴുത്ത് മാത്രം നോക്കിയാൽ പോലെ താടിയുടെ താഴെയുള്ള ഭാഗത്ത് കടലകളുണ്ട്, കഴുത്തിന്റെ നടുവിലുള്ള ഭാഗത്ത് കടലകളുണ്ട്, സൈഡില് അതുപോലെ തന്നെ കഴുത്തിന്റെ പിൻഭാഗത്ത് കടലകളുണ്ട്. അതുപോലെ ഈ തോളലിന്റെ മേലെയുള്ള ഈ കുഴി പോലെയുള്ള ഭാഗത്ത് കടലകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ഭാരം പെട്ടെന്ന് കുറവാണ്. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരഭാരത്തിന്റെ ഒരു 10% കൂടുതൽ കുറയുകയാണ്. വിശപ്പ് വളരെ അധികം കുറയുകയാണ് പെട്ടെന്ന് എന്നൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതാണ്. പിന്നെ പുരുഷന്മാരിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ലങ് ക്യാൻസേഴ്സ് ആണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കും ഇപ്പൊ ബാൻ പോലുള്ള വ്യക്തികൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ പുകവലിക്കുന്നതായിട്ടുള്ള ശീലങ്ങളില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും അത്തരം ശീലങ്ങൾ ഉള്ളവർ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അവരെ വാൺ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. അപ്പോ ഇതിന്റെ ശ്വാസകോശ അർബുദത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ശ്വാസതടസ്സവും തുടർച്ചയായ ചുമയും. അപ്പൊ അലർജി രോഗങ്ങളുള്ളവർക്ക് തുടർച്ചയായ ചുമ കണ്ടുവരുന്നതാണ്. എന്നാലും കൂടുതൽ കഫത്തോടുകൂടി രക്തം കലർന്ന കഫത്തോടുകൂടിയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ലങ് ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ നെഞ്ചുവേദനകൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹൃദയത്തിന്റെ വേദനയാണ് അല്ലെങ്കിൽ മാംസപേശികളുടെ ഒരു എഫേർട്ട് കൊണ്ടുള്ള വേദനയാണെന്ന് വിചാരിക്കും. പക്ഷെ ലങ് ക്യാൻസർ ഉള്ളവർക്കും ഈ നെഞ്ചും കൂടെ ചുറ്റി മിന്നലടിക്കുന്ന പോലൊരു വേദന അനുഭവപ്പെടും. അപ്പൊ അത്തരം ലക്ഷണങ്ങളൊക്കെ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണാം. ഇപ്പൊ തുടർന്നുള്ള ചുമയെ കുറിച്ച് പറയാൻ ഇടയായത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം, ഇതിന് ക്യാൻസറായിട്ട് ബന്ധമില്ല. ഇപ്പൊ പലപ്പോഴും തുടർച്ചയായ അലർജി രോഗങ്ങളുള്ളവര്, മൂക്കിന്റെ പാലത്തിന്റെ വളവ് അല്ലെങ്കിൽ ചെറിയ കോഴികളുള്ളവർക്കൊക്കെ തുടർച്ചയായ അലർജികൾ ഉണ്ടാവും. അപ്പൊ അവരില് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കടയിൽ പോവുക, അലർജിയുടെ മരുന്ന് കഴിക്കുക. അപ്പൊ പൊതുവായിട്ട് യൂഷ്വലി കഴിക്കുന്ന ഒരു ഗുളികയാണ് മോണ്ടലിക്കാസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും കൂടുതലായിട്ട് അതാണ് എടുത്ത് തരിക. പക്ഷെ അതിനിപ്പോ ഒരു ബ്ലാക്ക് ബോക്സ് വാണിംഗ് പോലെ ആ മരുന്ന് അതിന് ഉപയോഗിക്കുന്ന ഒരു വാണിംഗ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ മരുന്ന് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ മാസങ്ങളോളം തുടർന്ന് ഉപയോഗിക്കുന്നവരില് മാനസികമായ പ്രശ്നങ്ങളും ഈവൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതകളും ഡിപ്രഷന് വരെ കണ്ടുവരുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ പോലും അത്തരം പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരം ഗുളികകൾക്ക് നമ്മൾ ഡിപ്പെൻഡന്റ് ആവാതിരിക്കുക. ഒരു പരിധി വിട്ടത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ബാൻ ചെയ്തിട്ടില്ല. എങ്കിലും 2 ആഴ്ചയിൽ കൂടുതൽ ഒരിക്കലും അത്തരം ഗുളികകൾ ഉപയോഗിക്കാതിരിക്കാം. പിന്നെ കണ്ടുവരുന്ന ഒരു ക്യാൻസർ പുരുഷന്മാരിൽ പൊതുവായിട്ട് ഈ മൂത്രാശയത്തിന് താഴെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറാണ്. അപ്പോൾ യൂഷ്വലി ഒരു 50 വയസ്സിന് മേലെയോ 60 വയസ്സിന് മേലെയോ ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം വെച്ച് വരുന്നത് സാധാരണ കാണുന്നതാണ്. മൂത്രതടസ്സം ഉണ്ടാവും അവർക്ക്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് അത് സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പക്ഷെ ആ ഗ്രന്ഥിയിലെ ആ വലിപ്പം കൂടുതൽ പിന്നീട് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ലാബുകളിൽ പോയി 6 മാസത്തിൽ എടുക്കില്ലെങ്കിലും PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിന്റെ അളവ് അധികമാകാതെ നോക്കാൻ ശ്രദ്ധിക്കണം. കാരണം വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന കീമോ പോലും ആവശ്യമില്ലാത്ത ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ മാത്രം, ഒരു ഇൻസുലിൻ ഇഞ്ചക്ഷൻ പോലുള്ള ചെറിയ ഇഞ്ചക്ഷൻ എടുത്ത് സുഖപ്പെടുത്താവുന്ന ഒരു രോഗമാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അത്തരം രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്.
പെട്ടെന്ന് തന്നെ അത് പിക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ നമുക്കറിയാലേ, നമ്മൾ ആദ്യത്തെ സ്ത്രീകൾക്ക് അർബുദ രോഗം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് കേൾക്കുന്നതാണ് സ്തനാർബുദം എന്ന് പറയുന്നത്. അപ്പോ ആരോഗ്യ സംഘടനകളിലൊക്കെ നിർദ്ദേശപ്രകാരം മാമോഗ്രഫി എന്ന് പറയുന്ന ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് നമ്മള് ഒരു 30 വയസ്സിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്നാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം ഒന്നും നമുക്ക് പലർക്കും ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് കളരുകളിൽ നിന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ സ്ഥലങ്ങൾക്ക് കാണുന്ന രൂപവ്യത്യാസം, ചലം വരുന്ന പോലെ രക്തം കലർന്നതോ പച്ചക്കളറിലോ ഉള്ളതായിട്ടുള്ള ദ്രാവകങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ രൂപവ്യത്യാസമോ 2 കക്ഷങ്ങളിലായിട്ട് കഴലകൾ രൂപപ്പെടുന്നത്, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണാം. അതുപോലെ തന്നെയുള്ളതാണ് ഈ ഗർഭാശയത്തിന്റെ വായഭാഗത്ത് CA സർവിക്സ് എന്ന് പറയും, അവിടെ വരുന്ന ക്യാൻസറുകൾ. അപ്പോ സ്ത്രീകൾക്ക് പൊതുവായിട്ട് ഒരു വയസ്സിന് മേലെ ആർത്തവ കൂടുതൽ കണ്ടുവരുന്നതാണ്. അപ്പൊ പലരും അത് വളരെ നിസ്സാരമായിട്ട് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്ക് ഇങ്ങനെയുണ്ട്, പിന്നെ അത് ശരിയാവട്ടെ ഇത് ശരിയാവട്ടെ, എനിക്ക് വേദനയൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ നോർമലാണല്ലോ എന്ന് പറഞ്ഞിരിക്കലാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല. ആർത്തവങ്ങൾക്കിടയിലുള്ള അകലം 24 ദിവസത്തിൽ കുറവാവുകയാണെങ്കിൽ, മാസത്തിൽ 2 ആർത്തവം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർത്തവങ്ങൾക്കിടയിലുള്ള സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർത്തവങ്ങളുടെ ദൈർഘ്യം 7 ദിവസത്തിൽ കൂടുതലായി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് തന്നെ ബ്ലഡ് ക്ലോട്ടുകളൊക്കെ വരികയാണ്, ഒത്തിരി കട്ടിയായ രക്തം വരികയാണ്, അങ്ങനെയാണെങ്കിലും, അതുപോലെ തന്നെ നമുക്കറിയാം 45 വയസ്സ് 55 വയസ്സാണ് ആർത്തവം നിൽക്കുന്ന ഒരു സമയം. ആ പ്രായത്തിന് ശേഷം ആർത്തവം നിന്നതിന് 1-2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബ്ലീഡിംഗ് ഒക്കെ കണ്ടുവരികയാണെങ്കിൽ അത് തീർച്ചയായും ഗർഭപാത്രത്തിലുള്ള ക്യാൻസറിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആരംഭ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇനി എല്ലാ അർബുദത്തെ കുറിച്ച് നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് മിക്കവരും ഭിന്നശേഷിയുള്ളവരാണെന്നാണ്. അപ്പൊ ഭിന്നശേഷിക്കാരിൽ പലരും ചലനത്തിലും പരിമിതികളുള്ളവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ് ബെഡ് സോഴ്സ്, അല്ലെങ്കിൽ പല ശരീരത്തിലുള്ള മുറിവുകൾ എന്ന് പറയുന്നത്. പൊസിഷൻ മാറ്റാതെ ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്ത്, കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത്, പുറം ഭാഗത്ത് മുറിവുകൾ വരുന്നത് കാണാം. അപ്പൊ അത്തരം മുറിവുകൾ ഉണ്ടാവുന്നതിന്റെ ആദ്യ ലക്ഷണം അവിടെ ഒരു ചുവപ്പ്, ചെറിയ തടിപ്പ്, തൊലി പോകുന്നതായിട്ട് കാണാം. അങ്ങനെ കണ്ടാലേ നമ്മൾ അപ്പോഴേ ശ്രദ്ധിക്കണം. അപ്പോഴേ ശ്രദ്ധിച്ച് ആ ഭാഗത്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ കാര്യങ്ങളോ ഓയിന്റ്മെന്റുകളോ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു എണ്ണയെങ്കിലും തടവി ആ ഭാഗത്ത് എപ്പോഴും ഒരു ഡ്രൈ ആവാതെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഇൻ കേസ് അവിടെ ഇപ്പൊ നമ്മള് വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ കിടപ്പ് രോഗികളാണെങ്കിൽ മണിക്കൂറിൽ 2 മണിക്കൂറിൽ ഒരിക്കലെങ്കിലും അവരുടെ പൊസിഷൻ മാറ്റി കൊടുക്കേണ്ടതാണ്. പിന്നെ കട്ടിയായ പ്രതലത്തിൽ കിടക്കാതെ നമുക്ക് വാട്ടർ ബെഡുകൾ പോലെയുള്ള കിടന്ന താന്നു പോകുന്ന തരത്തിലുള്ള ബെഡുകൾ ഉപയോഗിക്കാം. അപ്പൊ പ്രഷർ കുറച്ച് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ വ്രണങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അവ വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് വെക്കേണ്ടതാണ്. ക്ലീൻ ആയിട്ട് മാത്രം വെച്ചാൽ അവർ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ആ ഭാഗത്ത് ഈർപ്പം പാടില്ല. ഈർപ്പം ഉണ്ടെങ്കിൽ ബാക്ടീരിയകൾക്കും വളരെ അത് ഫംഗസിനും ഒക്കെ വളരെയധികം വളരാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ വ്രണങ്ങൾ എത്ര തന്നെ വീട്ടിൽ നമ്മൾ നന്നായി ഡ്രസ് ചെയ്താലും ഒരു പരിധി വിട്ട് അതിൽ അധികമായിട്ട് ഗന്ധം വരുന്നുണ്ട്, മോശം ഗന്ധം വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വെള്ള കളറിലോ മഞ്ഞ കളറിലോ ആയിട്ടുള്ള പഴുതുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓയിൻമെന്റ് വെക്കുകയും ഡ്രസ്സിങ് ചെയ്ത് വീട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടതാണ്. പിന്നെ ഇപ്പോ ഇത്തരം ബ്ലഡ് സോഴ്സ് മുറിവുകളായാലും ഇപ്പൊ ഷുഗർ സംബന്ധമായ പ്രമേഹത്തിന്റെ മുറിവുകളായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മധുരം എന്തോരം ഇഷ്ടമാണോ അത്രയും തന്നെ ഈ ബാക്ടീരിയയ്ക്ക് ഫംഗസിനൊക്കെ മധുരം ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തില് രക്തത്തില് മധുരത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ വിറ്റങ്ങളുടെ പേരും അഡ്രസ്സ് മാറുന്നു മാത്രമേ ഉള്ളൂ. ഇവരിങ്ങനെ മാലപ്പടക്കം പോലെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ബാക്ടീരിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ പ്രമേഹമുള്ളവര് ഇത്തരം മുറിവുകൾ ഉണങ്ങണമെങ്കിൽ ആ പ്രമേഹത്തിന്റെ അളവ് കൺട്രോളിൽ വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഒരു മുറിവ് ഉണങ്ങില്ല. അപ്പോ രക്തത്തിന്റെ അളവ് ഒരു മിനിമം ഒരു 10 ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ആഹാരശീലങ്ങളിലായാലും കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മള് ചീര, ശർക്കര, അതുപോലെ മാതൃനാരങ്ങ, ഡേറ്റ്സ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ, അതുപോലെ മൃഗങ്ങളുടെ ലിവർ നമ്മൾ കഴിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂടാൻ നല്ലതാണ് അതൊക്കെ.
സ്ത്രീകളിൽ രക്തത്തിന്റെ അളവ് 12 മുതൽ 14 വരെ, പുരുഷന്മാരിൽ 14 മുതൽ 16 വരെയൊക്കെ ഉണ്ടോന്ന് എപ്പോഴും ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ മുടി ഉണങ്ങാൻ ഏറ്റവും ആവശ്യം വേണ്ടത് ശരീരത്തിൽ പ്രോട്ടീന്റെ അളവ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഇറച്ചി, മീൻ, മുട്ട ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അത്തരം ഭക്ഷ്യസാധനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താം. അതുപോലെ നമുക്ക് വൈറ്റമിൻ സി ശരീരത്തിൽ വേണം. അതുകൊണ്ട് നമ്മൾ പേരയ്ക്ക, ലെമൺ, അതുപോലെ ഓറഞ്ച്, അങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് മുറിവുകളുള്ളവര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായിട്ട് ചലനശേഷിക്ക് പരിമിതികളുള്ളവരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരിലും കണ്ടുവരുന്ന ശീലം എന്ന് പറയുന്നത് മെഡിക്കൽ ഷോപ്പിൽ പോവുക, സിറപ്പ് കഴിക്കുക, ലാക്ടോസ് കഴിക്കുക, ക്രിമാറ്റിൻ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ലാക്ടോസ് ഒന്നും അധികം സൈഡ് എഫക്റ്റ് ഉള്ള സിറപ്പുകളല്ല. എങ്കിലും തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും സോഡിയത്തിന്റെ അളവ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓർമ്മക്കുറവ്, മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു മരുന്നും ഇപ്പൊ എത്ര സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നാണെങ്കിൽ തന്നെയും ഒരു പരിധി വിട്ട് ഒരു മരുന്നിനെയും ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ രീതിയുണ്ട്, ആ രീതിയിലേക്ക് തന്നെ മടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമ്മുടെ ആഹാരശീലങ്ങളിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. ഒരു ദിവസം 2-3 ലിറ്റർ, പ്രത്യേകിച്ച് വേനൽക്കാലം കൂടിയാണ്, കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുക. അതുപോലെ തന്നെ ആഹാര സാധനങ്ങളിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. തവിടുള്ള അരി, മുഴുവൻ ഗോതമ്പ്, അതുപോലെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് അതൊക്കെ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേരയ്ക്ക, പഴം, പപ്പായ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഇപ്പൊ അധികം ചലിക്കാത്തവരിൽ കണ്ടുവരുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് DVT അല്ലെങ്കിൽ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. കാലിലെ രക്തക്കുഴലുകളിലൊക്കെ രക്തം കട്ടിപിടിച്ച് രക്തക്കട്ടകള് ചെറിയ ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ 2 കാലുമല്ല, ഒരു കാലം മാത്രം പെട്ടെന്ന് നീര് വെക്കും. വേദനയോട് കൂടിയ നീരായിരിക്കും. അതിന്റെ ഒരു പ്രത്യേക ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന് താഴെയുള്ള പേശികളെ അമർത്തി നോക്കുമ്പോൾ പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്തൊരു വേദന നമുക്ക് അനുഭവപ്പെടും. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് DVTയുടെ ഒരു ലക്ഷണമാണ്. ഈ രോഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലില് രക്തക്കട്ട, ചെറിയ രക്തക്കട്ട ഉണ്ടാവുള്ളൂ, പക്ഷെ അത് മേലേക്ക് ട്രാവൽ ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തിലുള്ള രക്തക്കുഴലില് ആ രക്തക്കട്ട പറ്റിപ്പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശ്വാസതടസ്സം വന്ന് നെഞ്ചുവേദനയും വന്ന് മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അത്തരം ഇങ്ങനെ കാലിൽ പെട്ടെന്ന് നീര് വെക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുകയാണ്. കാലിൽ ചെറിയ ചൂട് വരുവാണ്, ചുമന്ന് വരുവാണ്, പേശികൾ അമർത്തുമ്പോൾ വേദന വരുവാണെങ്കിലൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറെ കണ്ടുവരുന്ന ഒരു ശീലം എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാവർക്കും ഡിസബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പലരും വേദന ശമനികൾക്ക് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സിന് ഉള്ളൊരു അഡിക്ഷൻ കണ്ടുവരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഡോക്ടറിനെ കണ്ട് ഒരു 5 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കൊക്കെ പെയിൻ കില്ലർ മേടിച്ചിട്ടുണ്ടാവും. അതേ പ്രിസ്ക്രിപ്ഷൻ വീണ്ടും എടുത്തുകൊണ്ട് പോയി വീണ്ടും മാസങ്ങളോളം തുടർന്ന് മരുന്നുകൾ കഴിക്കുന്ന ഒരു ശീലം. അപ്പൊ നമ്മുടെ വേദനകളുടെ സ്വഭാവം നമ്മൾ ആദ്യം തിരിച്ചറിയണം. പേശികളുടെ വേദനയാണെങ്കിൽ മാത്രമാണ് ഒരു വലിയുന്ന തരത്തിലുള്ള വേദന നമുക്ക് അനുഭവപ്പെടാം. ഇപ്പൊ സൂചി കുത്തുന്നത് പോലെയോ, അല്ലെങ്കിൽ വലിഞ്ഞു മുറുക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു മുള്ളുമ്പ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ എരിച്ചിലോട് കൂടിയ വേദന, അതൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പേശികളുടെ വേദനയല്ല, അത് ഞരമ്പ് സംബന്ധമായ വേദനയാണ്. അപ്പൊ അതിന് തക്കതായ ചികിത്സ തേടുന്നതാണ് നല്ലത്. അപ്പോ ഒന്നില്ലെങ്കിൽ ഷുഗർ, പ്രമേഹ രോഗം ഉള്ളവരിലാണ് ഞരമ്പിന് അത്തരം പ്രശ്നങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഡിസ്കിനൊക്കെ കംപ്ലൈന്റ് ഉള്ളവരിൽ അങ്ങനെ ഞരമ്പ് വേദന കാണും. അല്ലെങ്കിൽ ചെറിയൊരു വൈറ്റമിൻ കുറവ് കൊണ്ടായിരിക്കും, B1 B6 B12 അങ്ങനെ. അപ്പോ B1 ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ആഹാരത്തിന് കൂടുതലായിട്ട് ഇതുപോലെ തന്നെ തവിടുള്ള അരി, നമ്മള് മുഴുവൻ ഗോതമ്പ് അതൊക്കെ അധികമായി ഉൾപ്പെടുത്താം, റാഗി ഉൾപ്പെടുത്താം. പിന്നെ ഈ B12 ഒക്കെ കിട്ടണമെങ്കിൽ വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ അതിന് കിട്ടില്ല. അങ്ങനെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ശീലങ്ങളുള്ളവരാണെങ്കിൽ B12 ഒക്കെ ടാബ്ലറ്റ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ആ സപ്ലിമെന്റ്സ് തുടർന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ വേദനയുടെ കാരണം ആദ്യം മനസ്സിലാക്കാം. ഞരമ്പിന്റെ വേദനയാണ്, പേശിയുടെ വേദനയാണോ എന്ന്. വെറുതെ വേദന സംഹാരികൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അതുപോലെ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളെ ആശ്രയിക്കാം. അല്ലാണ്ട് ഇപ്പൊ ഒത്തിരി വേദന ശമനികൾ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കിഡ്നിയുടെ പ്രശ്നങ്ങൾ വരും. ഒത്തിരി പേര് ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് പറയേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ നമുക്കറിയാം ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിന്റെ ആരോഗ്യം. അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അതിലേക്ക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു.
നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും നല്ല മനുഷ്യന്മാരുണ്ടാവുക, നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ ഒരു പരിധിയിട്ട് ഒരു നിരാശയും ഒരു സമ്മർദ്ദവും ഒരു ആൻസൈറ്റിയും നമ്മളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇങ്ങനെ നമുക്കൊരു ഒറ്റപ്പെടല്, നിരാശ അനുഭവപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണോ ഒരു ശാരീരിക പ്രശ്നത്തിന് നമ്മൾ ഡോക്ടറെ ആശ്രയിക്കുന്നത്, അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും ഡോക്ടേഴ്സിനെ കാണാൻ മടിക്കരുത്. പിന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടുന്നതിന് മുന്നായിട്ട് നമുക്കൊരു സ്പിരിച്വൽ ഹെൽപ്പ് തേടാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ എല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെയധികം നിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറന്റ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞു. നമ്മളെല്ലാം നേരത്തെ തന്നെ പറയാറുണ്ടായിരുന്നു മെഡിക്കൽ ക്യാമ്പാണെന്നും. ഓരോ പ്രോഗ്രാം ഏകദേശം ഒരു മാസം മുമ്പാണ്. സ്നേഹസംഗമം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു 3 ദിവസം മുമ്പൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന സമയത്താണ് ഇന്ന ദിവസമാണെന്നൊക്കെ അറിയാം. പക്ഷെ ഈ ലിങ്ക് എത്തുക മാത്രമാണ് ചിലപ്പോൾ തലേദിവസമൊക്കെ എത്തുന്നതേ ഉള്ളൂ ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ നേരത്തെ ഒരു മാസം മുമ്പേ തന്നെ അറിയിക്കുന്നതാണ്. പക്ഷെ അറിയിപ്പുകളൊന്നും ഗ്രൂപ്പുകളിൽ എത്താത്തത് കൊണ്ടാണോ, എത്തിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ, എല്ലാം കഴിഞ്ഞിട്ട് പോലും പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ അന്ന് കണ്ടില്ല, ഇപ്പൊ കണ്ടു, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കാൻ മാത്രമേ അത് സാധിക്കുള്ളൂ. നമ്മൾ ഒരു സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സമയത്ത് എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും തന്നെ പരിശ്രമിക്കുക. ഇതൊരു സിമ്പിളായിട്ട് പലപ്പോഴും പലരും നെഗറ്റീവായിട്ടായിരിക്കാം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതിപ്പോൾ അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അവിടുത്തെ പോലെ തന്നെ ഇവിടുത്തെ പോലെ തന്നെ അവിടെ ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം പോരെ എന്ന് ആരെങ്കിലും ചിലവരൊക്കെ ഒരു ചെറിയ ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതിനെ പിൻവലിപ്പിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടാകാം. അപ്പൊ അതിന്റെ പേരിലായിരിക്കും അന്നൊന്നും ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവാം. പിന്നെ അതല്ലല്ലോ ഇവിടെ കുറച്ച് കൂടുതലുണ്ടല്ലോ എന്നറിയുമ്പോൾ അയ്യോ അന്ന് അതിലേക്കൊന്ന് ഓടിച്ചെല്ലുന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ എന്താണ് നമുക്ക് ലഭ്യമാകുന്നത് അത് ഭംഗിയായിട്ട് അതിൽ വന്ന് പങ്കെടുത്ത് അതിൽ നേട്ടങ്ങൾ കഴിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിലിപ്പോ ഏത് പാട്ട് പാടുന്നതിലായിക്കോട്ടെ, കൊച്ചു പ്രോഗ്രാം ചെയ്യുന്നതിലായിക്കോട്ടെ, അതിന്റെ അവസ്ഥ അറിഞ്ഞ് മാത്രമേ ഞാൻ പങ്കെടുക്കുള്ളൂ എന്ന് ചിന്തിച്ചാൽ ദർശനം ഒരിക്കലും ഒരാളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ദർശനം വളർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വരെ ഈ കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പേര് അതില്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം നിങ്ങളിലും ഉണ്ടാവുക. നിർബന്ധപൂർവ്വമല്ല, പക്ഷെ നിങ്ങളുടെ മനസ്സ് വെച്ച് പങ്കെടുക്കാനായിട്ട് താല്പര്യം കാണിക്കുക. ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പായിരുന്നു നമ്മുടെ ഡ്രീം 25ന്റെ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ ചെയ്തത്. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠനം ആവശ്യമാണോ, കമ്പ്യൂട്ടർ പഠനം ആവശ്യമാണോ? ആരും ഉണ്ടായിരുന്നില്ല. ആദ്യം പേര് തന്നു, നിർബന്ധപൂർവ്വം പലരോടൊക്കെ പറഞ്ഞതിന്റെ പേരിൽ 30 പേര് തന്നു. 30 പേര് ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിഷമവും വേദനയും സങ്കടവും പരവേശിയൊക്കെ ആയിട്ട് പലരും കൊഴിഞ്ഞുപോയി. അവസാനം പിടിച്ചു നിന്നവര് 14 പേരാണ് പിടിച്ചു നിന്നത്. അപ്പൊ അവർക്ക് കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് എല്ലാ എന്താ പറയാ കമ്പ്യൂട്ടർ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഇടയായി. അപ്പൊ അവര് കുറെയൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. ഇനിയും പഠിക്കാനായിട്ട് ഒത്തിരിയേറെ ഉണ്ട്. കമ്പ്യൂട്ടറാണ് ഒരു പുതിയൊരു അറിവാണ്, പക്ഷെ പഠിക്കാനായിട്ട് ഒത്തിരിയുണ്ട്. പക്ഷെ 2 ദിവസം മുമ്പാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നമ്മൾ നടത്തി തീർത്തത്. അതിൽ വരാനായിട്ട് പലർക്കും സാധിക്കില്ല. 5-6 പേര് വരാനായിട്ട് സാധിച്ചു. പക്ഷെ അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഇനി അവർക്കുള്ള ഒരു ജോലി സാധ്യതകളെ പറ്റി അന്വേഷിക്കുകയാണ്. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ജോലി കിട്ടുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് അറിവ് നേടുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ അറിവിൽ നിന്നാണ് നമുക്കൊരു വഴിത്തിരിവുണ്ടാവുക എന്നുള്ളതാണ്. ഏത് വഴിത്തിരിവും വേണ്ട, അറിവും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ മതി, ഭിന്നശേഷി അവസ്ഥയിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് വളർച്ചയില്ല, ഉയർച്ചയില്ല. ഉള്ള അവസ്ഥയിൽ നിന്നിട്ട് ഇങ്ങനെ
പെരുകി ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് നിങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഈ സ്നേഹസംഗമം തന്നെ ഒത്തിരിയേറെ അറിവുകൾ ലഭിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പൊ ഈ ഡോക്ടറിന്റെ ഞാൻ ഇതൊക്കെ കേൾക്കുകയായിരുന്നു. എന്തുമാത്രം കാര്യങ്ങളാണ് വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചറിവുണ്ടാവുന്നു, ആ ഒരു വഴിത്തിരിവ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഇനി ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചെറിയ സ്ട്രിക്റ്റ് ആകാനൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ നമ്മൾ ഈ സ്നേഹസംഗമത്തിലേക്ക് ദ്വൈമാസ മീറ്റിങ്ങുകളിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കണം. അതിന് നിങ്ങളുടെ സഹകരണം കൂടിയും ഉണ്ടാകണം. നിങ്ങൾ വെറുതെ അകത്തിരുന്നിട്ട് കിട്ടുമ്പോ പോന്നോട്ടെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ വഴിത്തിരിവുകൾ, നിങ്ങളുടെ ഓരോ ചിന്തകൾ ഇതൊക്കെ പങ്കുവെക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ നേടുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതല്ലാതെ അച്ഛൻ എന്തെങ്കിലും സമ്പാദിച്ചു തരട്ടെ, അല്ലെങ്കിൽ അച്ഛൻ പറയുന്നതിലൊക്കെ ഞങ്ങൾ കേട്ടിരുന്നേക്കാം, അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല. അച്ഛൻ പറയുന്നത് കേൾക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ ഒത്തൊരുമിച്ച് പ്ലാൻ ചെയ്യലാണ് ഞാനെന്നും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒത്തൊരുമിച്ച് പ്ലാൻ ചെയ്താൽ ഒത്തിരി നേടാനായിട്ട് സാധിക്കും. അത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം, അതിനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ അതിന് മുന്നോട്ട് വരാനുള്ള കഴിവുണ്ടാകണം. ഞാനിപ്പോ ഈ അടുത്ത കാലത്തൊക്കെ കുറെ നെഗറ്റീവ്സ് കേൾക്കാനായിട്ടിടയായി. അതായത് കിട്ടിയവരാണ്, എന്തെങ്കിലും കിട്ടുന്നവരാണ് നെഗറ്റീവ് പറയാനായിട്ട് സാധ്യതയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ അറിയാനായിട്ട് സാധിച്ചു. അതായത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നെഗറ്റീവ് പറയാനായിട്ട്, ഇത്രയ്ക്കുള്ളൂ, ഇതിനേക്കാളും മേലെ ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നെഗറ്റീവ്സ് ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരൊക്കെ പറഞ്ഞെന്നുള്ളതൊക്കെ അവരാർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുക. നമുക്ക് പറ്റാവുന്നതിന്റെ, ആരും ഇവിടെ വെച്ച് തന്നിട്ടുള്ളതല്ല, അതിൽ നിന്ന് എടുത്ത് തരുന്നതല്ല, മറ്റുള്ളവരുടെ ഔദാര്യമാണ്, നമ്മളോടുള്ള സ്നേഹമാണ് അതൊക്കെ നമുക്ക് വേണ്ടി തരുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്തു തരുമ്പോൾ അതിനോടുള്ള ഒരു നന്ദി നമ്മൾ കാണിക്കുവാനായിട്ട് തയ്യാറാകും. ഓരോ വ്യക്തികളും നമുക്ക് ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു പുഞ്ചിരി ആയിരിക്കാം, അവരുടെ തലോടലായിരിക്കാം, അതിനൊക്കെ നന്ദിയുള്ള ഹൃദയമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതല്ലെങ്കിൽ പലപ്പോഴും ഇതുപോലെ നമുക്ക് കിട്ടാനായിട്ട് അർഹത ഉണ്ടായിരിക്കാം, പക്ഷെ കിട്ടാതെ പോകുന്നുണ്ടാവും. കാരണം നമ്മുടെ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളാണ് അതൊക്കെ ഇടയാകുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്ദിയുള്ളവരായി തീരുക. അതെന്നും അതുപോലെ നിലനിൽക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുക. നമുക്കറിയാം ഭിന്നശേഷി ആയതുകൊണ്ട്, നമുക്കൊരു ശേഷി കുറവുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ഒരു ചെറിയ ഒരു സപ്പോർട്ട് പല കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമാണ്. എനിക്ക് പലപ്പോഴും വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ പലരും കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ കൈപിടിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അത് എൻ്റെ ഒരു പോരായ്മയിലാണ് ഞാൻ അതങ്ങനെ ചെയ്യാൻ ഇടയാകുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും ഒരു കുറവ് ഉണ്ടാകും. ആ കുറവുകളെ നികത്തണമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ, ഒരു സഹായഹസ്തം ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതിൽ അഹങ്കരിക്കാനല്ല, അതില് നന്ദിയില്ലാത്തവരാകാനല്ല, മറിച്ച് ഒരു എളിമയുണ്ടാവുക, സഹായിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവുക. ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മള് ഇവിടെ പുത്തമ്പള്ളിയിലെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ട്, ഞാൻ കേട്ടതനുസരിച്ച് ലോകത്തിൽ ആദ്യമായിട്ടാണ് കാഴ്ച പരിമിതർക്ക് വേണ്ടി കുരിശിന്റെ വഴിയുടെ ഒരു ആവിഷ്കാരം ജ്യോതി കോളേജിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്തുള്ള ഒരു സാറിന്റെ സപ്പോർട്ടോടുകൂടെ അതവിടെ എക്സ്പോസ് ചെയ്യാനായിട്ട് പോകുന്നത്, പ്രദർശിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ച പരിമിതരായിട്ടുള്ള ഒരു 10-15-20ഓളം പേര് അവിടെ എത്തിച്ചേരുന്നുണ്ട്. അതൊരു ഫംഗ്ഷൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതില് മുനിസിപ്പൽ, അതായത് കോർപ്പറേഷൻ മേയറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്, നമ്മുടെ ബിഷപ്പുണ്ട്. അങ്ങനെ ഒരു വലിയ ചടങ്ങായിട്ട് തന്നെയാണ് അത് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ സാധിക്കുന്നവർക്ക്, ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നവര്, താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റുന്നെങ്കിൽ വരാം. പക്ഷെ അത് ബ്ലൈൻഡ്സിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ കാഴ്ചവെക്കുമ്പോൾ, അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നന്ദിയുള്ളവരായി തീരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പൊ ഞാനും അവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തോട് നന്ദി പറയാൻ ഇങ്ങനെയുള്ള ഒരു നല്ല സംരംഭങ്ങൾ സമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവർ ചെയ്തു തരുന്നത് ഓർത്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് തുടർന്ന് നമുക്ക് ഈസ്റ്ററും വ്യാഴാഴ്ചയും മോശം ഞായറാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയൊക്കെ കടന്നു വരാം. അപ്പൊ നമുക്ക് മാക്സിമം നമ്മൾ സഹിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സഹിക്കാനായിട്ട് ഇടയാകുന്നത് തന്നെ. സ്നേഹം ഇല്ലെങ്കിൽ സഹനം ഇല്ല എന്നാണ് അർത്ഥം.
സഹനം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടെന്നുള്ള അർത്ഥം. ദൈവം നമുക്ക് ഈ സഹിക്കാനായിട്ട് ഈ ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമാണെന്നുള്ളത് മനസ്സിലാക്കി നന്ദിയോടുകൂടി അവിടെയും നന്ദിയോടുകൂടി ജീവിക്കുവാനായിട്ട്, സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. പലപ്പോഴും നമുക്ക് വേദനയുണ്ട്, കാര്യം ശരിയാണ്. നമുക്ക് കാലിന് വേദന ഉണ്ടാവാം, കയ്യിലെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊക്കെ നമുക്ക് വേദനയായിട്ട് തോന്നാം. ഞാനും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുക. മാനുഷികമായിട്ട് തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഒരു വേദന തന്നെയാണ്. പക്ഷെ ദൈവം അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്നേഹവും സഹനവും എല്ലാം ഒത്തൊരുമിച്ച് നമുക്ക് പോകാനായിട്ട് ഇടയാകട്ടെ. അപ്പോൾ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സ്നേഹ സംഗമത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നു വരാനായിട്ട് പരിശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു അറിവ് നമുക്കുണ്ടാകണം. അവർക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെയും 4 പേരെ കണ്ടെത്തി 4 പേർക്ക് നന്മ ചെയ്തു അങ്ങനെ ഒതുങ്ങിക്കൂടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. 4 പേര് നമ്മളെ അറിഞ്ഞ് 4 പേര് അവകാശമുള്ളവരായി അധികാരമുള്ളവരായിട്ട് തീർന്ന് അവർക്ക് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇനി ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം. വീൽചെയർ 10 വീൽചെയർ 10-ന് പകരം 11 വീൽചെയർ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് വീൽചെയർ ഇന്നലെ ഇനാഗുറേഷൻ നടത്തി. 12 വീൽചെയർ ആണ് സ്പോർട്സിന്റെ നമുക്കുള്ളത്. 5 വീൽചെയറും കൂടി ചേർന്ന് കഴിയുമ്പോൾ 17ആയി. പലപ്പോഴും ഒരു ആരോപണം ആ ഗ്രൂപ്പിൽ നിന്ന് കേട്ടിരുന്നത് വീൽചെയർ ഒക്കെ മോശമാണ് അച്ഛൻ എന്നുള്ളത്. കളിക്കാൻ വരും, അത് ഞങ്ങൾ മോശമാണ് അച്ഛൻ, കളിക്കാൻ വരാനും മോശമാണ്. അപ്പൊ അതുകൊണ്ട് വീൽചെയർ ഉണ്ടായതുകൊണ്ടായില്ല, നമ്മുടെ മനസ്സിന്റെ ഒരു പോരായ്മയാണ് അവിടെ ഉള്ളത്. അവിടെയും അതുപോലെ മോശമില്ലാത്ത രീതിയിൽ കളിക്കാൻ പഠിച്ചാൽ മാത്രമേ അത് നേടാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വീൽചെയർ ബാസ്കറ്റ്ബോളിൽ 5ഓളം പേര് നാഷണൽ സെലക്ഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും സ്ലോ മൂവ്മെന്റ് ആയിട്ടുള്ളൂ എന്നാണ് അവർ തന്നെ പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് കൈ തിരിച്ചാൽ തന്നെ പറക്കുന്ന രീതിയിലാണ് അവരുടെ വീൽചെയർ ഉരുട്ടുന്നതെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കൈ വല്ലപ്പോഴും കിട്ടിയാൽ മതി, കിട്ടുമ്പോൾ കളിച്ചാൽ മതി, കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അത് പിന്നെ നമ്മളൊരു ഷോ മാച്ചൊക്കെ നടത്തി 1000 രൂപ കിട്ടി അതങ്ങനെ സന്തോഷമായിട്ട് പോകാന്നുള്ള ചിന്തയാണ്. പക്ഷെ അവിടെയൊക്കെ നമുക്കറിയാൻ പറ്റുന്നു, ഇപ്പൊ വീൽചെയർ ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, ബ്ലൈൻഡ് ഫുട്ബോൾ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ്, പരിശ്രമം ഇല്ലാത്തതിന്റെ പേരിൽ തന്നെയാണ് കേരള ജനത തഴയപ്പെടുന്നത്. നാഷണലിലേക്കൊക്കെ കിടന്നു. കേരളത്തിൽ നമ്മൾ രാജാക്കന്മാരാണ്, കൊട്ടകളത്തിൽ തവള പോലെ നമ്മൾ പലപ്പോഴും ഇതിനുള്ളിൽ വലിയ രാജാക്കന്മാരായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ രാജാവ് എന്നല്ലേ, കൊട്ടകളത്തിൽ കിടക്കുന്ന തവള പോലെ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഉയർത്തിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ കിടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ അധ്വാനിക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ, നേടാനായിട്ട് മനസ്സുണ്ടെങ്കിൽ, അവസരങ്ങളും സാഹചര്യങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, ഇത് അവസരങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിക്കാഞ്ഞിട്ടാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുക. ഭിന്നശേഷി കാര്യം ശരിയാണ്, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ്. പക്ഷെ ദൈവത്തെ വിളിക്കാതെ ഒരാൾക്കും ദൈവം സ്നേഹിക്കാനായിട്ട് സാധ്യതയില്ല. ഒരു കാഴ്ചപരിമിതൻ ദൈവത്തെ വിളിച്ചപ്പോൾ ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപ്പോൾ മാത്രമേ ദൈവം നോക്കിയുള്ളൂ. അല്ലാതെ കണ്ടവരെയൊക്കെ ദൈവം ഇങ്ങനെ കൂടെ നിർത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. വിളിക്കണം. ഏത് വ്യക്തിയായിരുന്നാലും, കുരുടനായിരുന്നാലും അല്ലെങ്കിൽ കുഷ്ഠരോഗി ആയിരുന്നാലും അവിടെ വിളിച്ചപ്പോഴാണ് യേശു എനിക്ക് മനസ്സുണ്ടോ നിന്നെ സുഖപ്പെടുത്താൻ. അവിടെയാണ് ചേർത്ത് പിടിക്കാനായിട്ട് മനസ്സുണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സില്ലാതെ ഒരു ദൈവവും നിങ്ങളെ സ്നേഹിക്കില്ല, നമ്മളെ സ്നേഹിക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ വിളിച്ചാൽ മാത്രമേ വെളിപ്പുറത്തുള്ള ദൈവം നമ്മളോട് കേൾക്കുള്ളൂ. അത് എത്ര ദൂരെയായിരുന്നാലും ആ കുഷ്ഠരോഗികൾ അങ്ങ് ദൂരെ നിന്ന്, അതായത് കുഷ്ഠരോഗികൾ അടുക്കാൻ പാടില്ലായിരുന്നു, ദൂരെ നിന്ന് പ്രാർത്ഥിച്ചു ദാവീദിന്റെ പുത്രൻ ഞങ്ങൾ കനിയണമേ. ആ 10 കുഷ്ഠരോഗികളും പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ. അവൻ എല്ലാവരെയും സുഹൃത്തി നിങ്ങൾ പുരോഹിതരെ കാണിച്ചു കൊടുക്കാനായിട്ട് വിട്ടു. പക്ഷെ അവിടെ 9 പേരും അല്ല 10 പേരും സുഖപ്പെട്ടു. പക്ഷെ 9 പേർക്ക് നന്ദിയില്ലാത്തവരായിട്ട്, അത് നമ്മുടെ ഇടയിൽ അതുകൊണ്ട് നന്ദിയില്ലാത്തവരായി പോയി. ഒരെണ്ണം മാത്രം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ദൈവമേ നീ എന്നെ സുഖപ്പെടുത്തി, ഞാൻ സൗഖ്യമുള്ളവനാണെന്ന് മനസ്സിലാക്കി നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ വിളിക്കാൻ മനസ്സുണ്ടാകണം. അപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെയുള്ളത്, നമ്മൾ സ്പെഷ്യലാണെന്ന് മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ തിരുഹൃദയ ഗ്രൂപ്പ് അംഗമായ ശ്രീ സജീവ് KK ആശംസ പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. സജീവേട്ട കേൾക്കാമോ? കേൾക്കാം. 249 സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷനും നമ്മളുടെ എല്ലാമായ സോളമൻ അച്ഛ, ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത ആൽബിൻ വർഗീസ് അച്ഛ, മുഖ്യ അതിഥിയായ ഡോക്ടർ സിബിയ ബാബു മാഡം,
നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരികയും ചെയ്തു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സജീവ്. ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് താമസിക്കുന്നു. 2014 ഡിസംബറിൽ സ്റ്റെയർ കേസ് കയറുമ്പോൾ കാല് തെന്നി വീണ് നെഞ്ചിന് താഴേക്ക് തളർന്ന അവസ്ഥയാണ് എനിക്ക്. ഇപ്പോൾ വീട്ടിൽ ഞാനും പ്രായമായ ഒരു അമ്മയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദർശന ക്ലബ്ബ് ഞാനെടുത്ത് പറയേണ്ട കാര്യമില്ല. ദർശന ക്ലബ്ബ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പം ദർശന ക്ലബിന് മാത്രമുള്ള കുറെ പ്രത്യേകതകളുണ്ട്. ഈ ഒറ്റ മുറിക്കുള്ളിലും ഒരു വീടിന്റെ അകത്തും താമസിച്ചവരൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുക. അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തേക്കും അത് നമ്മുടെ സോളമൻ മാത്രമാണ് അതിന് കഴിയുള്ളൂ. സ്റ്റേറ്റ് ലെവലിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു, നാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നു, ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല, സമ്മാനം നേടുക, 1ാം സമ്മാനമൊക്കെ നേടുക, ഇന്റർനാഷണൽ ലെവലിൽ പോയി നേടുക എന്നുള്ള ദർശന ക്ലബിന് മാത്രമുള്ളതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ ദർശന ക്ലബിനെ കുറിച്ച്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ, സോളമൻ അച്ഛൻ എന്നെ ഇന്റർവ്യൂ ചെയ്യുക, മാർഗദർശികൾ എന്നൊരു പ്രോഗ്രാമിൽ അച്ഛൻ എന്നെ ഇന്റർവ്യൂ ചെയ്തു. അതൊക്കെ യൂട്യൂബിൽ വരുമ്പോൾ എനിക്ക് ഒരു അതിശയമായിരുന്നു. യൂട്യൂബിൽ നിന്നൊക്കെ കേൾക്കുക, അതിൻ്റെ അകത്ത് എൻ്റെ പ്രോഗ്രാം വരിക, അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്, അഭിമാനമാണ്. അതല്ല, അച്ഛൻ്റെ എല്ലാ പ്രോഗ്രാമിനും ദർശന ക്ലബിന്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അടുത്തത് സ്നേഹസംഗമത്തിലേക്ക് നന്ദി അറിയിക്കുന്നതിനായിട്ട് കുമാരി ട്രീസ മുള്ളൂർക്കരയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിൽ നടത്തപ്പെടുന്ന 249ാമത് സ്നേഹ സംഗമത്തിലേക്ക് വന്ന എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതയായിരിക്കുന്നത്. അധ്യക്ഷപദ അലങ്കരിച്ച ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന പ്രസിഡന്റുമായ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന സർവീസ് ക്ലബ്ബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ കൺപാട്ടുപറമ്പിൽ CMI അച്ഛനെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ ഫാദർ ആന്റണി വർഗീസ് ശാന്താരൂപത 2023 മെയ് മാസത്തിൽ കേരള ബിഷപ്പ് ഹൗസ് അഡ്മിനേറ്ററും അസിസ്റ്റന്റ് വൊക്കേഷൻ പ്രൊമോട്ടറുമായി നിയമിതനായി. ഇപ്പോൾ അച്ഛൻ മുരിങ്ങൂർ ഡിവൈൻ ട്രീറ്റ് സെന്ററിൽ സേവനം ചെയ്യുന്നു. അച്ഛന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഡോക്ടർ ലിബിയ ബാബു MBBS മാഡമാണ്. മാഡം ESI മെഡിക്കൽ കോളേജ് KK നഗർ ചെന്നൈയിലായിരുന്നു. ഇപ്പോൾ മാഡത്തിന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. ആശംസ പറയുവാൻ എത്തിയിരിക്കുന്നത് തിരുഹൃദയ ഗ്രൂപ്പിലെ അംഗമായ ശ്രീ സജീവ് അടിമാലിയാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് പ്രാർത്ഥന ഗാനം ആലപിച്ച ജെസ്സി എരുമപ്പെട്ടിക്കും സ്വാഗതം പറഞ്ഞ കുമാരി മേരി വടൂക്കരയ്ക്കും അവതരണം നടത്തുന്ന കുമാരി സിമിൽ സെബാസ്റ്റിനും റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസേട്ടനും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ദർശന ക്ലബ് പ്രസിഡന്റായ ശ്രീ സാജു ജോണിനും കോർഡിനേറ്ററായ പിയൂസ് കോട്ടപ്പുറത്തിനും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഇന്നത്തെ 249ാമത് സ്നേഹ സംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന തിരുഹൃദയ ഗ്രൂപ്പാണ്. അതിലെ ഇൻചാർജായ ബീന ചേച്ചിക്കും ലീഡേഴ്സിനും മറ്റെല്ലാ ഗ്രൂപ്പിലെ ലീഡേഴ്സിനും പിന്നെ എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ട്രീസ മുള്ളൂർക്കര. താങ്ക് യു ട്രീസേച്ചി. എല്ലാവർക്കും വളരെ നന്നായിട്ട് നന്ദി അറിയിച്ച് ചേച്ചിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു.